എൻ്റെ അമ്മു, നീ ഇങ്ങനെ ഭയപ്പെടാൻ മാത്രം നിന്നിട്ടാണ്. നിന്റെ എല്ലാ കാര്യങ്ങളും നിന്റെ അമ്മയോട് തുറന്നു പറയൂ. പിന്നെ നിനക്ക് അയാളെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. സുജി, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഞാൻ അമ്മയോട് പലതവണ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ചെന്നതാണ്. പക്ഷെ അമ്മയ്ക്ക് അയാളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ 100 നാവാണ്. പിന്നെ അമ്മ എങ്ങോട്ട് പറയാൻ തുടങ്ങും? കുഞ്ഞിലെ തന്നെ അയാൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും ഇപ്പോഴും നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളാണ് അയാളുടെ ലോകമെന്നൊക്കെ തന്നെയായിരിക്കും ചർച്ച. മുഴുവൻ കേട്ട് കേട്ട് ഞാൻ മടുത്തു. എന്തായാലും ഞാനിന്ന് പോകുന്നില്ല. നിന്റെ ഒപ്പം ഇവിടെ കൂടാം. അയാൾ ഇന്ന് വരും. നീ ഇവിടെ എൻ്റെ ഒപ്പം താമസിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ എത്ര നാളെന്ന് വെച്ചാൽ നീ അയാളിൽ നിന്നും ഇങ്ങനെ പേടിച്ചു ഓടുന്നത്? പതിവ് പോലെ ചന്ദ്രൻ വന്നു. അയാൾ കുളിച്ച് ഫ്രഷായി വന്നപ്പോഴേക്കും ജാനു സന്തോഷത്തോടെ അയാൾക്ക് ആഹാരം വിളമ്പി നൽകി. വന്നത് മുതൽ ചന്ദ്രന്റെ കണ്ണ് അമ്മുവിനെ തേടിക്കൊണ്ടിരുന്നു. എവിടെയോ അമ്മു, ഞാൻ വന്നത് അറിഞ്ഞില്ലേ? ഇത്ര നേരമായിട്ട് കണ്ടില്ലല്ലോ. അമ്മു ഇവിടെ ഇല്ല ചന്ദ്രേട്ട. അവിടെ തെക്കേതിരെ സുജിയുടെ വീട്ടിൽ പോയിരിക്കുക. ഇന്ന് അവിടെ കിടക്കും. നീ എന്തിനാ പ്രായമായ പെണ്ണിനെ ഇങ്ങനെ അങ്ങും ഇങ്ങുമൊക്കെ പോയി കിടക്കാൻ സമ്മതിക്കുന്നത്? എന്നുമില്ല ചന്ദ്രേട്ട, വല്ലപ്പോഴും. അന്യരൊന്നും അല്ലല്ലോ. എന്തായാലും ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോ. എനിക്കിഷ്ടമല്ല ഇങ്ങനെ കണ്ടവരുടെ വീട്ടിലൊക്കെ പോയി കിടക്കുന്നത്. എന്തായാലും ഇന്ന് ഇത്രയും രാത്രിയായില്ലേ, ഇനി ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം. അന്ന് അമ്മു സമാധാനത്തിൽ കിടന്നുറങ്ങി. ആരെയും പേടിക്കാതെ. അമ്മുവിന്റെ അച്ഛന് തെങ്ങുകയറ്റമായിരുന്നു. ഒരിക്കൽ തെങ്ങിന്റെ മുകളിൽ നിന്നും കൈവിട്ട് നിലത്തേക്ക് വീണതാണ്. അതിനുശേഷം അയാൾ എഴുന്നേറ്റ് നടന്നിട്ടില്ല. ഏകദേശം 1 വർഷക്കാലം ചികിത്സയും ഒക്കെ കഴിഞ്ഞുവെങ്കിലും മരിച്ചു. അന്ന് അമ്മുവിന് പ്രായം ഏകദേശം 5 വയസ്സായിരുന്നു. അമ്മുവും അമ്മയും വീട്ടുകാർക്കും ബാധ്യതയാകുമെന്ന് ഓർത്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്നും പണിക്കായി എത്തിയ ചന്ദ്രന് ജാനുവിന് ഒരു താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ വീട്ടുകാർ അയാളെ അവൾക്ക് കെട്ടിച്ചു കൊടുത്ത് ബാധ്യത തീർത്തുവിട്ടത്. എന്നാൽ ചന്ദ്രന്റെ കണ്ണ് അമ്മുവിലും കൂടിയായിരുന്നു. അമ്മുവിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും അയാൾ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. അവളെ കൊഞ്ചിക്കുന്നതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് സംശയം തോന്നില്ല. ചന്ദ്രൻ അമ്മു മകളുടെ സ്ഥാനത്താണ്. എല്ലാവരും അങ്ങനെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. പക്ഷെ അമ്മു ഓരോ ക്ലാസ് മുതിരുമ്പോഴും അവളോടുള്ള പെരുമാറ്റത്തിലെ പന്തികേട് അവൾക്ക് മനസ്സിലായി. അവളുടെ ശരീരഭാഗങ്ങളിൽ അയാൾ സ്പർശിക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത അലോസരം തോന്നി. അമ്മു അവളുടെ എല്ലാ കാര്യങ്ങളും വകയിലെ ബന്ധു കൂടിയായ സുജിയോട് പറയുമായിരുന്നു. സുജിയും അമ്മുവും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചന്ദ്രനെ ഇപ്പോൾ പണി ദൂരസ്ഥലത്താണ്. അതുകൊണ്ട് മാസത്തിൽ ഒരിക്കലേ വരികയുള്ളൂ. ചന്ദ്രൻ വരുന്ന നേരം മനസ്സിലാക്കി ആ സമയങ്ങളിൽ സുജിയോടൊപ്പം അവളുടെ വീട്ടിൽ ചിലവഴിക്കും. ചന്ദ്രൻ ഇടയ്ക്ക് വെച്ച് അവളുടെ ഒഴിഞ്ഞുമാറ്റം മനസ്സിലായി. എത്രനാൾ നീ ഇങ്ങനെ അവരുടെയും ഇവരുടെയും വീടുകളിലൊക്കെ പോയി നിന്ന് എന്നെ ഒഴിവാക്കുമെന്ന് എനിക്കൊന്ന് കാണണം. ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതെല്ലാം ഇന്ന് വരെ നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ നേടുക തന്നെ ചെയ്യും. പിന്നെ നിന്റെ അമ്മയോട് പറഞ്ഞ് നീ എന്നെ അങ്ങ് കഴിവേറ്റി കളയാമെന്ന് വിചാരിക്കേണ്ട. എൻ്റെ ആഗ്രഹങ്ങൾക്കെതിരെ നിന്നാൽ പിന്നെ അവളെ ഞാൻ ബാക്കി വെച്ചേക്കില്ല. അയാളുടെ ആ ഭീഷണിയിലാണ് പലപ്പോഴും അമ്മ പതറിപ്പോകുന്നത്. ചന്ദ്രൻ അന്ന് പോകുന്നത് കണ്ടതും അമ്മുവിന് വളരെ സന്തോഷം തോന്നി. ഇനി കുറച്ചു ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുമെന്ന ആശ്വാസമായിരുന്നു അവൾക്ക്. വൈകുന്നേരം പതിവ് പോലെ ജോലികളൊക്കെ തീർത്ത് കുളിയും കഴിഞ്ഞ് മുറിയിലേക്ക് വരുമ്പോഴാണ് കട്ടയിലിരിക്കുന്ന ആളെ ശ്രദ്ധിക്കുന്നത്. അയാളെ കണ്ടപാടെ അവളുടെ മുഖം വിറങ്ങലിച്ചു. അകാരണമായ ഒരു ഭയം വന്ന് അവളെ മൂടുന്നത് അമ്മു അറിഞ്ഞു. നാവനക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ആരോ ചങ്ങലയിട്ട് ബന്ധിച്ചതുപോലെ. അവൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴേക്കും കതക് കുറ്റിയിട്ടിരുന്നു. ഒരാശ്രയത്തിന് എന്നവണ്ണം നോക്കിയപ്പോൾ അമ്മ എവിടെയില്ല. അവൾ കുളിക്കാൻ പോകുമ്പോൾ പറഞ്ഞായിരുന്നു അമ്മ അമ്പലത്തിൽ പോകുന്നുവെന്ന്. അമ്മു എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറച്ചു നേരം അങ്ങനെ നിന്നു. നീ എന്തിനാ എന്നെ ഇങ്ങനെ എപ്പോഴും ഭയപ്പെടുന്നത്? എനിക്ക് നിന്നോട് സ്നേഹമല്ലേ? എനിക്ക് നിങ്ങളുടെ ആ സ്നേഹം വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? നിന്റെ ഈ കാണുന്ന ശരീരം എൻ്റെ പൈസയിൽ കൊഴുത്ത് വീർത്തതല്ലേ? അതുകൊണ്ട് ഞാനിത് മുതലാക്കിയേ വിടൂ. ചന്ദ്രൻ അമ്മുവിനെ കടന്നു പിടിച്ചു. അവൾ നിലവിളിച്ചുകൊണ്ട് കുതറി മാറി. എന്നിട്ടും അവളെ വിട്ടില്ല. അവളുടെ ബലിഷ്ഠമായ കൈകൾക്കുള്ളിൽ കിടന്ന അമ്മു ഞെരുപിരി കൊണ്ടു. അവൾ കയ്യിൽ കിട്ടിയതെല്ലാം അയാളെ എടുത്ത് എറിയാനും അടിക്കാനും തുടങ്ങി. പക്ഷെ അവളുടെ ശ്രമങ്ങളെയെല്ലാം ചന്ദ്രൻ വേഗതയോടുകൂടി നേരിട്ടു. ഒടുവിൽ തളർന്നുപോയി അമ്മു. എതിരിടാനുള്ള ശേഷി ആ ശരീരത്തിൽ ഇല്ലാതെയായി. വാടി ചേമ്പിൻതണ്ട് പോലെ നിലത്തേക്ക് വീണവളെ ചന്ദ്രന്റെ ബലിഷ്ഠമായ കൈകൾ താങ്ങിയെടുത്ത് കാട്ടിൽ കിടത്തി. അവളുടെ ധാവണി അയാൾ വലിച്ചെറിഞ്ഞു. ബ്ലൗസിന്റെ ഹൂക്കുകൾ ഓരോന്നായി അഴിച്ചു മാറ്റി. ഇന്നറിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന മാടകളെ കണ്ട് അയാളുടെ കണ്ണുകൾ വികസിച്ചു. പെട്ടെന്നാണ് കഥകൾ തോരാതെ മുട്ടുകൾ കേൾക്കുന്നത്. അസ്വസ്ഥതയോടെ മുഖം വെട്ടിച്ചുകൊണ്ട് അയാൾ ബ്ലൗസിന്റെ ഹുക്കുകൾ വേഗത്തിലിട്ട് ധാവണിയെടുത്ത് പൊതിപ്പിച്ചു. വലിയൊരു ചീത്തയും വിളിച്ചുകൊണ്ട് വന്ന് കഥക് തുറന്നു. സുജിയുടെ മുഖം കണ്ടപ്പോൾ അയാളുടെ മുഖം വിളറി വെളുത്തു. എന്തു വേണം? ഞാൻ അമ്മുവിനെ തിരക്കി വന്നതാണ്. അവളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിന് അമ്മ ഇവിടെ ഇല്ലല്ലോ. അവൾ അമ്മയോടൊപ്പം അമ്പലത്തിൽ പോയിരിക്കുകയാണ്. അല്ല, ഇവിടെ കാണുമെന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു. നിനക്കെന്താ? കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇറങ്ങിപ്പോടി. അവൾ ഇവിടെ ഇല്ല. അകത്തേക്ക് എത്തി നോക്കാൻ തുടങ്ങിയ സുജിയെ ചന്ദ്രൻ തള്ളി മാറ്റി. സുജി പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. പക്ഷെ അവൾ മുള്ളുവേലിയുടെ അവിടെ ചെന്ന് വീണ്ടും ചന്ദ്രനെ തന്നെ നോക്കി. അവൾ അവിടുന്ന് പോയിട്ട് മാത്രമേ അകത്തേക്ക് കയറുള്ളൂ എന്ന് നിശ്ചയിച്ചതുപോലെ ചന്ദ്രനും പടിവാതിൽ തന്നെ നിന്നു. സുജി വേഗം അവിടെ നിന്ന് നടന്നു മാറി. അവൾ പോയിന്ന് കണ്ടതും ചന്ദ്രൻ പെട്ടെന്ന് വീടിനകത്തേക്ക് കയറി കഥകൾ വലിച്ചടച്ചു. അപ്പുറത്തേക്ക് മാറിയത് സുജി ഇതെല്ലാം ഒളിച്ചു കാണുന്നുണ്ടായിരുന്നു. അവൾ വേഗം ശബ്ദമുണ്ടാക്കാതെ ഓടി പിന്നാമ്പുറത്ത് വന്ന് മുറിയുടെ സൈഡിലായുള്ള ജെല്ലോറിൽ നിന്നു. ചന്ദ്രൻ അവളുടെ ധാവണിയെ എടുത്തു മാറ്റി അവളിലേക്ക് അമരാൻ തുടങ്ങി. പെട്ടെന്ന് അമ്മു ഞരങ്ങി. അയാൾ അവളുടെ ബായ ബലത്തിൽ അമർത്തി പിടിച്ചു.
അവളിൽ നിന്ന് ശബ്ദം പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയും ബഹളം വയ്ക്കാതിരിക്കാൻ വേണ്ടിയും കാലുകൾ രണ്ടും ചവിട്ടി പിടിച്ചു. ചെറിയ രീതിയിലുള്ള ഞരക്കങ്ങൾ മാത്രമേ സുജിക്ക് കേൾക്കാൻ കഴിയുന്നുള്ളൂ. സുജി നോക്കുമ്പോൾ ഉണ്ട് ജാനു പടിവാതിൽ കയറി വരുന്നു. അവൾ വേഗം ജാനുവിനോട് കാര്യം പറഞ്ഞു. രണ്ടുപേരും കൂടി കഥ മുട്ടി. ഗത്യന്തരമില്ലാതെയും മറ്റു വഴികളില്ലാതെയും ചന്ദ്രൻ വാതിൽ തുറന്നു. ഇതിനോടകം തന്നെ അടുത്തുള്ള 2-3 വീട്ടുകാരെയും കൂടി വിളിച്ചറിയിച്ചിരുന്നു. ചന്ദ്രൻ പുറത്തേക്കിറങ്ങിയതും ജാനുവും സുജിയും കൂടി അകത്തേക്ക് കയറി. മാളിൽ നിന്ന് ധാവണി വലിച്ചെറിഞ്ഞിരിക്കുന്നു. തല ചെരിഞ്ഞു കിടക്കുന്നു. അമ്മുവിന്റെ അടുത്തേക്ക് രണ്ടുപേരും കൂടി ഓടിച്ചെന്നു. ജാനു അവളെ വാരിയെടുത്ത് മടിയിൽ വെച്ചു. അപ്പോഴേക്കും അനക്കമൊന്നും കാണാതെ സുജി അവളുടെ പൾസ് ചെക്ക് ചെയ്തു. വാരി പിടിച്ച് ജാനുവിന്റെ കയ്യിൽ നിന്ന് അമ്മ ഊർന്ന് കട്ടിലേക്ക് വീണു. സുജിയുടെയും അമ്മുവിന്റെയും നിലവിളി കേട്ട് പുറത്തുനിന്ന് കുറച്ച് ആളുകൾ അകത്തേക്ക് കയറി. നോക്കുമ്പോഴേക്കും ആ പെൺകുട്ടിയുടെ ജീവൻ അവളെ വിട്ടുപോയിരുന്നു. അമ്മുവിന്റെ അടുത്തിരുന്ന് ഓരോന്നോരോന്നായി എണ്ണിപ്പറഞ്ഞ കരയുന്ന സുജിയെ കണ്ടപ്പോൾ ജാനുവിന് അവളോട് തന്നെ ദേഷ്യം തോന്നി. ഒരു മകളുടെ വിഷമം മനസ്സിലാക്കാൻ കഴിയാത്ത താൻ ഒരിക്കലും ഒരു നല്ല അമ്മയാവില്ലെന്ന് അവൾക്ക് തോന്നി. പോലീസ് ജീപ്പ് മുറ്റത്ത് വന്ന് നിൽക്കുന്നതിന് മുമ്പ് തന്നെ ജാനു അമ്മ അടുക്കളയിൽ വാക്കത്തിയെടുത്ത് ചന്ദ്രന്റെ കഴുത്തിൽ ആഞ്ഞു വെട്ടി. സ്വന്തം മകളെ പോലെ കാണേണ്ടവളെ കാമക്കണ്ണുകളോടെ നോക്കി. മാത്രവുമല്ല അവളെ മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തു. അതുകൊണ്ട് താനും ഇനി ജീവിച്ചിരിക്കേണ്ട. ഭർത്താവ് മരിച്ചപ്പോൾ കുഞ്ഞിനെ നോക്കിയിരിക്കാൻ തന്നെ പോലുള്ള ഒരുത്തനെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റി ഇപ്പോൾ ഞാനും ആ പാപത്തിന്റെ ശമ്പളം അനുഭവിക്കേണ്ടേ? ചന്ദ്രന്റെ കഴുത്തിലേക്ക് വീണ് ജാനുവിന്റെ കയ്യിലിരുന്ന കത്തി ആഞ്ഞു വലിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ തന്റെ മകളുടെ അടുത്തേക്ക് വന്ന അവളുടെ പാദങ്ങൾ പിടിച്ച് ജാനു പൊട്ടിക്കരഞ്ഞു. പാപിയായ ഈ അമ്മയോട് എന്റെ മോൻ ക്ഷമിക്കൂ. ആ വാക്കത്തി തന്റെ കഴുത്തിലേക്ക് അവർ കുത്തിയിറക്കി. പോലീസ് ജീപ്പ് മുറ്റത്ത് നിൽക്കുമ്പോൾ 2 മൃതശരീരങ്ങൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. മരണത്തിൽ പോലും അമ്മുവിന്റെ മുഖത്ത് വല്ലാത്ത ശാന്തതയായിരുന്നു. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്